ഹായ് കൂട്ടുകാരെ, എല്ലാ ദിവസത്തെയും പോലെ രാവിലെ ഞാൻ എണീറ്റ് നല്ല അന്തരീക്ഷം, മഴയൊന്നും ഇല്ലാത്ത അന്തരീക്ഷം. രാവിലെ ഞാൻ ബ്രഷ് ചെയ്ത് രാവിലെ ദോശയും സാമ്പാറും ആണ് കേട്ടോ. ഞാൻ അതിന് വേണ്ടുന്ന പരിപ്പ് കഴുകി, ഒരു മത്തണ്ടല്ലേ ഈ പരിപ്പ്, നല്ലോണം കഴുകണം കേട്ടോ. കഴുകി അതിന് ഞാൻ ഒരു സവാള അരിഞ്ഞിട്ട് പച്ചവെള്ളവും വേപ്പിലയും മഞ്ഞൾ പൊടിയിട്ട് വേവിക്കാൻ വെച്ച്. ഇനി ചേട്ടൻ്റെ മോനും ചായ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇൻഡക്ഷൻ കുക്കർ കത്തിച്ച് 2 ഗ്ലാസ് ചായ എടുത്ത് അവർക്ക് കൊണ്ട് കൊടുക്കാം കേട്ടോ. സാമ്പാറും കഷ്ണവും എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ച്. എനിക്ക് രാവിലെ കട്ടൻ ചായ കുടിച്ചാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് ഞാൻ ഒരു 1 ഗ്ലാസ് പാലെടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാൻ ചായ ഇട്ട് കുടിക്കണം കേട്ടോ. എനിക്ക് ആ ചായ കുടിക്കുമ്പോൾ എനിക്ക് നല്ല തൃപ്തിയോട് കുടിക്കണം, എവിടെയെങ്കിലും പോയി ഇരുന്ന് കുടിക്കണം. അപ്പോൾ ഇവരിത് ഇവിടെ TV വെച്ചിട്ടുണ്ട്, അതും കണ്ട് ഞാൻ ഇത്തിരി നേരം അവിടെ നിന്ന് ചായ കുടിച്ച്. അപ്പം തന്നെ ഞാൻ എണീറ്റ് പോയി. പിന്നെ ഇതേ പരിപ്പ് വെന്ത് സാമ്പാറും കഷ്ണം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അത് വേവിക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കാം. നമുക്ക് ഇതിന് വേണ്ടുന്ന പുളിയില്ലേ, പുളി എടുത്ത് വെള്ളത്തിലിടാം. കുറച്ച് ഉള്ളി പൊളിച്ചരിഞ്ഞെടുക്കണം നമുക്ക് താളിക്കാനായിട്ട്. അത് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ദോശയുടെ പൊടിയെടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. അതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്കിനി സാമ്പാറിലോട്ട് താളിച്ചിടാം. സാമ്പാർ താളിക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും 2 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്. വേപ്പില ഇട്ട് നമുക്ക് താളിക്കാം. നന്നായി വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ സാമ്പാർ പൊടി കുറച്ച് മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടി നന്നായി ഒന്ന് വഴറ്റാം, പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റാം. നമുക്ക് എന്നിട്ട് ഈ സാമ്പാറിൻ്റെ അതിലോട്ട് ഈ പൊടികൾ ഇട്ട് കൊടുക്കുക. പുളി വെള്ളത്തിട്ടിട്ടില്ല, ആ പുളിയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ മല്ലിച്ചീര എൻ്റെ ഫ്രിഡ്ജിൽ ചെന്ന് ഞാൻ നോക്കിയപ്പോൾ ചീത്തയായിപ്പോയി, അതുകൊണ്ട് മല്ലിച്ചീര ഇതിലിടാൻ പറ്റിയില്ല കേട്ടോ. അടിപൊളി സാമ്പാറായിട്ടുണ്ട് കേട്ടോ. ഉപ്പ് പോരാ, ഇത്തിരി ഉപ്പും കൂടി ഇട്ട് ആയി അടിപൊളി സാമ്പാർ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. മൂന്ന് ദോശ ഞാൻ ചേട്ടന് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ച് കൊടുക്കാം.